ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോയ്സി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു അരിയുണ്ട ഉണ്ടാക്കിയാലോ. നമ്മൾ കടകളിൽ നിന്നൊക്കെ മേടിക്കുന്ന നല്ല സൂപ്പർ ടേസ്റ്റുള്ള അരിയുണ്ട എങ്ങനെയാണ് നമുക്ക് വീട്ടിലുണ്ടാക്കുന്നത് കാണാവേ. നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അരിയുണ്ടയാണ്. നല്ല നമുക്ക് ഈ കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന സൈസുള്ള അരിയുണ്ട. അതിന് വേണ്ടിയിട്ട് ഞാനിതേ ഒരു ഗ്ലാസ് നമ്മുടെ സാധാരണ ഈ ചോറ് വെക്കുന്ന അരി ഞാൻ നമ്മുടെ പാത്രത്തിലേക്ക് ഒന്നിട്ട് കൊടുക്കുന്നു. നമുക്കൊന്ന് വറുത്തെടുക്കണം അരി. അതിന് വേണ്ടിയിട്ട് നല്ലപോലെ ചട്ടി ചൂടായിട്ട് നമുക്ക് ഈ പാത്രത്തിൽ ചൂടായിട്ട് ഇടാവുള്ളൂ. നമ്മുടെ അരി കല്ലിച്ച് പോകും. നമുക്ക് സാധാരണ അരി വറുത്തെടുക്കാവേ. നമുക്ക് ഈ അരി ഒന്ന് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാവേ. ഇത് അങ്ങനെ നമ്മുടെ അരി പൊട്ടി വരുന്നുണ്ട്. ഇത് അങ്ങനെ നമ്മുടെ അരി നല്ലപോലെ മൂത്തുകൊണ്ടിരിപ്പുണ്ട്. നമ്മളിപ്പോൾ പിള്ളേരൊക്കെ പള്ളിക്കൂടം വിട്ട് വരുമ്പോൾ നമുക്കൊരു കാപ്പിക്കൊക്കെ ആയിട്ട് ഉണ്ടാക്കാം. അല്ലെങ്കിൽ നമുക്കിത് ഉണ്ടാക്കി വെച്ചാൽ കുറേ നാളിരുന്നോളും, ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാനും ഒക്കെ ആയിട്ട്. അപ്പം നമുക്ക് ഈ അരിയുണ്ടയൊന്നും പുറത്ത് പോയി മേടിക്കാതെ അതൊക്കെ എത്ര നാളായിട്ടുണ്ടാക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ നമുക്കിത് വീട്ടിലുണ്ടാക്കി നല്ല ഫ്രഷായിട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ ഇത് നമ്മുടെ അരി അങ്ങനെ നല്ലപോലെ മൂത്തു. ഇനിയിപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒന്ന് ഇട്ട് വെക്കാതെ തണുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മളങ്ങനെ അരി മിക്സിയുടെ ജാറിനകത്തിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്തുകൊണ്ടിരുന്നത്. നല്ലപോലെ തണുത്തിട്ട് വേണം നമ്മൾ ഇടാനായിട്ട്. നല്ലപോലെ ഇതുപോലെ നല്ലപോലെ നമ്മൾ വറുത്തെടുക്കണം. നല്ല കൊമ്പളച്ച് വന്നെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയുക, കല്ലിച്ച് പോകും, കടിച്ച് കിടക്കും. നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാവേ. അപ്പോൾ ഇതെങ്ങനെ നല്ലപോലെ നമ്മുടെ അരി പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു ചെറിയൊരു തരിത്തരിപ്പോട് കൂടി വേണം നമുക്ക് പൊടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ അരിയുണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ശർക്കരപ്പാനി ഉരുക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. ആ ശർക്കരപ്പാനി നമുക്ക് ഒന്ന് അരിച്ച് ഈ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാവേ. ഞാൻ ഒരു ഗ്ലാസ് അരി എടുത്തിട്ട് ഒരു ചെറിയൊരു ശർക്കര ഉണ്ടയായിരുന്നു എടുത്തിരുന്നത്. ഒരു 50 ഗ്രാമൊക്കെ വരുന്ന ആ ഒരു ശർക്കര ഉണ്ടയായിരുന്നു എടുത്തിരുന്നത്. ഞാനത് പാനിയാക്കി അരിച്ച് ഇതിനകത്തേക്ക് എടുത്താണ്. അപ്പോൾ നമ്മൾ എന്തേരം അരി എടുക്കുന്നുണ്ടോ അതിൻ്റെ അനുസരിച്ച് നമ്മൾ ശർക്കര എടുത്താൽ മതി. നമുക്ക് എന്തേരം മധുരം വേണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ അത്രേ എടുത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അത്രയും ശർക്കരപ്പാനി, ആകെ ഇത്രയും ശർക്കരപ്പാനിയേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പം നമുക്ക് ഒരു ചെറിയ ശർക്കര കൊണ്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു ഗ്ലാസ് അരിയല്ലേ എടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി ഒഴിച്ച് കൊടുത്തു. ഇനി നമുക്കതിനകത്തേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്കായും ജീരകവും കൂടെ ഞാൻ ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുവാണ്. നമ്മുടെ ആ അരി ഉണ്ടെങ്കിൽ ഒരു നല്ലൊരു ഫ്ലേവറും ഒരു ടേസ്റ്റും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇതേ 1 കപ്പ് തേങ്ങ ചിരണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതും ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. ഒത്തിരി നാളൊക്കെ വെക്കാനായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നെങ്കിൽ നമ്മൾ തേങ്ങ ചേർക്കണ്ട. നമ്മൾ അന്നേരത്തേക്ക് മാത്രം ഒരു 3-4 ദിവസത്തേക്കൊക്കെയാണ് നമ്മൾ എടുത്ത് വെക്കുന്നെങ്കിൽ മാത്രം ഈ തേങ്ങ ഒന്ന് ചേർത്താൽ മതി. അല്ലെങ്കിൽ തേങ്ങ നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ ഒരു ചെറിയ എന്താ പറയുന്ന ഒരു കനപ്പ് ചുവ, തേങ്ങയുടെ ഒരു ചുവയായി പോകുവേ. ഇഷ്ടമില്ലാത്തവർക്ക് ഇടണമെന്നില്ല, വേണമെങ്കിൽ മാത്രം ഒന്ന് ഇട്ടേച്ചാൽ മതി. നമ്മളൊരു വീട്ടിലുണ്ടാക്കുന്നതല്ലേ, അപ്പോൾ ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ ഇട്ടതേ ഉള്ളൂ. ഇനി ഇതിനകത്തേക്ക് നമ്മൾ മധുരമല്ലേ, നമ്മൾ 1 പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുവാണ്. 1 പിഞ്ച് ഉപ്പ്, 1 പിഞ്ചെന്ന് പറയുമ്പോൾ ഇത്ര ഇതുണ്ടോ, 1 പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുക. നമ്മുടെ മധുരത്തെയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കട്ടെന്ന് ഓർത്തുകൊണ്ട് ഇട്ട് കൊടുക്കുക. വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഞാൻ എല്ലാത്തിനകത്തും ഇടും, അതുകൊണ്ട് ഞാൻ അങ്ങ് ഇട്ടതേ ഉള്ളൂ. ഇനി നമുക്ക് നല്ലപോലെ നമ്മുടെ ഈ ശർക്കരയും ഈ തേങ്ങയും കൂടെ ഇതിനകത്തൊന്ന്, ഈ ശർക്കരയ്ക്കകത്ത് ഈ തേങ്ങ ഒന്ന് വേകണം. അന്നേരം കുറച്ച് ദിവസം കൂടെ നല്ലപോലെ ഇരിക്കും. ഒന്ന് തിളച്ച് വന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന അരിയും കൂടെ നമുക്ക് അതിനകത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇവിടെ അരിയുണ്ടയുടെ പരിപാടി തീർന്നു. ഇത് തിളച്ച് വരുന്നുണ്ട്. നമുക്കിനിയിപ്പോൾ നമ്മുടെ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടിയും കൂടെ ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ പൊടിച്ച പൊടി ഒരു ശകലം ഒന്ന് മാറ്റി വെച്ചേക്കണം. നമ്മൾ ഉണ്ട ഉരുട്ടിയിട്ട് അതിനകത്തിട്ട് ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ ഒത്തിരി അങ്ങ് ഇളക്കി പറ്റിക്കേണ്ട, ഒരു ചെറിയ ചൂടോട് കൂടി വേണം നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാൻ. അല്ലെങ്കിൽ ഇത് ഉരുട്ടി നല്ലപോലെ വരികയല്ല, നമ്മൾ പൊടിഞ്ഞു പോവേ. അപ്പോൾ ചെറിയ ചൂടോടുകൂടി നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഇതുണ്ടോ, ഈ ഒരു ഇതുണ്ട്, ഇങ്ങനെ ഉരുട്ടുമ്പോൾ ഈ ഒരു പാകത്തിന് നമുക്ക് കിട്ടണം. ഒത്തിരി വെള്ളം എന്നാൽ വരികയും ചെയ്യരുത്, എന്നാൽ ഉരുണ്ടും കിട്ടണം. ആ ഒരു പാകമാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ആ ഒരു പരുവത്തിന് നമുക്ക് കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ട് നിന്ന് ഇതിങ്ങനെ ചൂടോടുകൂടി ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാതുണ്ടോ
ഇതുകൊണ്ട് ഉരുട്ടിയ കയ്യിലൊന്നും പിടിക്കാതെ വരും. ഇനിയിപ്പോൾ നമുക്ക് സ്റ്റൗവൊക്കെ ഓഫ് ചെയ്ത് നമുക്കൊന്ന് നിരത്തി വെക്കാം. ഒത്തിരി അങ്ങ് തണുത്ത് പോയാൽ നമുക്ക് ഉരുള പിടിക്കാൻ പാടാ. എന്നാൽ ചെറിയ ചൂടോട് കൂടി നമുക്കിത് പിടിക്കുകയും വേണം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ അരിയുണ്ടയുടെ പരിപാടി തീർന്നു. നല്ല സൂപ്പർ ടേസ്റ്റുള്ള അരിയുണ്ട ഇതുണ്ട്, അടിപൊളി ടേസ്റ്റുള്ള അരിയുണ്ട നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. പിന്നെ നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ഉണ്ട പിടിച്ച് നമുക്ക് എടുക്കാവേ. അപ്പം നമ്മളിത് വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ആ ചട്ടിക്കകത്ത് തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ചൂടായിട്ട് പോവും, അങ്ങോട്ട് പിന്നെ അങ്ങ് ഡ്രൈ ആയിപ്പോൾ. അതുകൊണ്ട് ഇനിയിപ്പോൾ നമുക്കിത് ചെറിയ ചൂടോടുകൂടി നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ ഇങ്ങനെ നല്ലപോലെ ഇച്ചിരി മുറുക്കി പിടിച്ചിട്ട് വേണം ഇത് കയ്യിലിട്ടൊന്ന് നല്ലപോലെ ഒന്ന് പിടിച്ചെടുക്കണം. എന്നിട്ട് ഇങ്ങനെ ഇതാക്കിയിട്ട് നമ്മളിതുകൊണ്ട് നമ്മൾ മറ്റേ പൊടി വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ആ പൊടിച്ച പൊടി ഇങ്ങനെ ഇട്ടൊന്ന് ഉരുട്ടി നമുക്കൊന്ന് എടുത്ത് എല്ലാം ഇങ്ങനെ എടുത്തുകൊണ്ടിരാവേ. അപ്പോൾ ഇതെങ്ങനെ നമ്മുടെ അരിയുണ്ട എല്ലാം ഉരുട്ടി റെഡിയാക്കി വെച്ചു. ഇനിയിപ്പോൾ നമുക്കിത് ഓരോന്നോരോന്നെടുത്തൊന്ന് വെക്കാവേ. നമുക്ക് 10 എണ്ണം കിട്ടിയിട്ടുണ്ട്. നമ്മളൊരു ഗ്ലാസ് പൊടിക്കാണ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ ഒരു ഗ്ലാസ് നമ്മുടെ സാധാരണ നമ്മുടെ ചോറ് വെക്കുന്ന അരിക്ക് നമ്മൾ അടിപൊളിയായിട്ടുള്ള അരിയുണ്ട ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല സൂപ്പർ അരിയുണ്ട ഇതുണ്ട്, നല്ല കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ഇതുണ്ട്, അടിപൊളിയായിട്ടുള്ള അരിയുണ്ട റെഡിയാണ്. അതിനേക്കാൾ ഇച്ചിരി ടേസ്റ്റ് ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഇച്ചിരി തേങ്ങ ഒക്കെ ചേർത്തേക്കുന്നതുകൊണ്ട് നല്ല സൂപ്പറാണ്. അപ്പോൾ ഇനി എല്ലാവരും പിള്ളേരൊക്കെ വരുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ ഒരു അരിയുണ്ടയൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേർക്കും ഇഷ്ടപ്പെടും. നമ്മൾ കടയിലേക്ക് മേടിക്കാൻ ഓടുകയും വേണ്ട, നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ, താങ്ക് യു.